ബി.ജെ.പിയുടെ ഏക ഷുവർ സീറ്റ് എന്നുള്ള നിലയിൽ ബാക്കിയെല്ലാം ഓസലേറ്റിംഗ് സീറ്റുകളായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവാകട്ടെ, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവാകട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ആകട്ടെ, കഴക്കൂട്ടമാകട്ടെ, അല്ലെങ്കിൽ കാട്ടാക്കടയാകട്ടെ, അല്ലെങ്കിൽ പാലക്കാടാകട്ടെ, അല്ലെങ്കിൽ ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാകട്ടെ, ആറന്മുളയാകട്ടെ, തുടങ്ങി തിരുവല്ല, ഇങ്ങനെ ചെങ്ങന്നൂർ, പല മണ്ഡലങ്ങളും ബി.ജെ.പിക്ക് വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പറയുമ്പോൾ അതെല്ലാം ഒരു 50-50 ചാൻസ് ഇട്ടാണ് പറയുന്നത്. എന്ത് സംഭവിക്കാം. പക്ഷേ ഒന്നും സംഭവിക്കാതെ വളരെ കൃത്യമായി ഇപ്പോൾ ഈസി ക്യാച്ച് എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ അങ്ങനെ കണ്ടിട്ടില്ലേ, കുറച്ച് ടഫ് ക്യാച്ചും ഉണ്ട്, ഈസി ക്യാച്ചും ഉണ്ട്. ഇത് ഒരു ജമ്പിങ് നടത്താതെ ഈസി ആയിട്ട് നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ബാളാണ്, അല്ലെങ്കിൽ ഒരു ഒരു വിക്കറ്റാണ് നേമത്തത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ബി.ജെ.പി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിത ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പറയുകയും ചെയ്തു. ഒരു ചാനൽ ചർച്ചയിൽ ആങ്കർ ചോദിക്കുന്നുണ്ട്, മത്സരിക്കുമോ? ചോദിക്കാത്ത ആ ആങ്കർ ചോദിച്ച് ആ വാക്ക് നാവിൽ ഇട്ടില്ല, തിരിച്ചിട്ടില്ല. ആ സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ ചൂടാറുന്നു, പിന്നെ ഞാൻ മത്സരിക്കും, മണ്ഡലം അറിയണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ മണ്ഡലം അറിയണം, അല്ലെങ്കിൽ മണ്ഡലം ചോദിക്കത്തില്ലായിരുന്നു. അത് ഞാൻ നേമത്താണ് മത്സരിക്കുന്നത്. പിന്നെ അത് പാർട്ടിയിൽ വിവാദമായി. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3-4 പേരുകൾ വളരെ കൃത്യമായുണ്ട്. ഒന്ന് കെ മുരളീധരനാണ് ഒന്നാമത് നിൽക്കുന്ന പേര്. പക്ഷേ മുരളിക്ക് ഇനി ഒരു പ്രാവശ്യം അവിടെ നിന്ന് തോൽക്കാനൊരു മാനസികാവസ്ഥയില്ല, ഒരു മൂഡില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കാര്യം രാജീവ് ചന്ദ്രശേഖറിന് 2 കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ഒരു അപ്പർ ഹാൻഡ് നേമത്ത് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളിച്ചൽ, വെങ്ങാനൂർ, അതുപോലെ തന്നെ പിന്നെ കല്ലിയൂർ പഞ്ചായത്തിൻ്റെ കുറേ അധികം പ്രദേശങ്ങൾ പിന്നെ ബി.ജെ.പിക്ക് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പി ജയിക്കാൻ, പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കരിസ്മാറ്റിസം, അവരിറക്കാൻ പോകുന്ന PR വർക്ക്, പ്രചരണ പരിപാടികൾ, അതിന് പോകുന്ന സാമ്പത്തികം, ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റാകുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ സാമ്പത്തികമൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ടല്ലോ. ഇതെല്ലാം കണക്കാക്കുക. പിന്നെ ഈ പ്രൊഫഷണലായിട്ടുള്ള ചിട്ടയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ടീമിൻ്റെ പ്രവർത്തനം നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുകയാണെങ്കിൽ ഒരു ചാവേറാകാനില്ല എന്ന് മുരളീധരൻ നിൽക്കുന്നു. എന്നാൽ ചാവേറായാലും കുഴപ്പമില്ല, സ്ഥാനാർത്ഥിത്വം കിട്ടി പൊളിറ്റിക്കൽ എൻട്രിയിലേക്ക് പോവുകയും രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചാൽ നാഷണൽ ലെവലിൽ, അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മറ്റേ ബബിൻ്റെയും ബി.ജെ.പി പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ നാഷണൽ ചാനലുകളിലെല്ലാം വാർത്ത വരും. അങ്ങനെ ഭാവിയിലെ നേതാവാകാം, അതിപ്പോൾ ഉടനെ ജയിച്ചില്ലെങ്കിലും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു യുവനിരയെ ചാവേറുകളായി നിർത്താനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് വൈഷ്ണ സുരേഷാണ്. തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിൽ നിന്ന് ജയിച്ച KSUവിൻ്റെ 24 വയസ്സുള്ള പ്രതിനിധിയായിട്ടിരിക്കുന്ന വൈഷ്ണ സുരേഷിനെ നിർത്തിയാൽ, ചാവേറായാലും കുഴപ്പമില്ല, നിർത്തിയാൽ എന്ത് എന്നൊരു ചിന്ത ഒരു വശത്ത്. മറുവശത്ത് ഡോക്ടർ GV ഹരി എന്ന് പറയുന്ന ജവഹർ ബാലമഞ്ചിൻ്റെ ദേശീയ സെക്രട്ടറിയോ ദേശീയ നേതാവായിട്ടുള്ള ഡോക്ടർ GV ഹരി, അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകനാണ്. പക്ഷേ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഈ ജവഹർ ബാലമഞ്ചിലൊക്കെ ഉള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് വരെ വ്യക്തിപരമായി വളരെ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ട്. രമേശ് ചെന്നിത്തലയുടെയൊക്കെ വളരെ അടുത്ത ആളാണ്. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയമല്ല പറഞ്ഞ്, വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ആളാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഡോക്ടർ GV ഹരിയുടെ പേര് പലപ്പോഴും അവിടെ കേട്ടിട്ടുണ്ട്. GV ഹരി ചാവേറാകുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ നോക്കുമോ? അടുത്തിനെയുള്ള പേരുകളാണ്. മണക്കാട് സുരേഷിൻ്റെ പേരും ഇതുപോലെ കേൾക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ ശബരിനാഥ്, ഈ പറയും പോലെ ശബരിനാഥിനെ തിരുവനന്തപുരം കവടിയാറിൽ കൊണ്ടുപോയി പരീക്ഷിച്ചതുപോലെ, അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷണം കൂടെ നടപ്പിലാക്കി നേമത്ത് പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ CPM-നകത്ത് ആലോചിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പേര് ശിവൻകുട്ടിയുടെ തന്നെയാണ്. മറ്റൊരു പേര് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇനി വനിതയെ മത്സരിപ്പിക്കാൻ നോക്കി പാർവതി മത്സരിക്കുമോ? ശിവൻകുട്ടിയുടെ ഭാര്യയാണ്, PSC മെമ്പറാണ്, അവർ എഴുത്തുകാരിയാണ്, എല്ലാറ്റിലുപരി P. ഗോവിന്ദപിള്ളയുടെ മകളാണ്. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേമത്തുകാരെ രാഷ്ട്രീയമായി പാർവതിയെ പരിചയപ്പെടുത്തേണ്ട പ്രശ്നമേ ഇല്ല. അങ്ങനെ പാർവതി മത്സരിക്കുമോ എന്നുള്ളത് അറിയാനൊരു കൗതുകമുണ്ട്. പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ശിവൻകുട്ടി വയസ്സൊക്കെ ആയി, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശിവൻകുട്ടി അവിടെ മത്സരിക്കുമോ എന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ CPM-ലെ ആരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ? വളരെ കർശനമായ കടുകട്ടിയായിട്ടുള്ള ത്രികോണ മത്സരം അവിടെ നടക്കും. പക്ഷേ ആ ത്രികോണ മത്സരത്തിൽ നാളിതുവരെ നടന്ന എല്ലാ പ്രീപോൾ സർവേക്കാരും BJPക്ക് ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സീറ്റ് നിയമം എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തീറെഴുതി വച്ചിരിക്കും പോലെ BJPക്കാണ് നിയമം എന്ന് തീറെഴുതി വച്ചിരിക്കും പോലെ വളരെ കോൺഫിഡൻസോടുകൂടി ജയിച്ചിരിക്കും, നിന്നാൽ മതി ജയിച്ചിരിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടി
രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. അങ്ങനെ വളരെ ഗുരുതരമായ ഗൗരവമായ ഒരു 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 ത്രികോണ മത്സരത്തിലേക്ക് നിയമം മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ടെർമിനലുമായി ബന്ധപ്പെടുത്തി, റെയിൽവേ ടെർമിനലുമായി ബന്ധപ്പെടുത്തി ഒരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഒരു തിരിച്ചടി ബി ജെ പിക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വലിയ വാർത്തയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരും സി പി എംകാരും അത് പ്രയോഗിക്കും. കോൺഗ്രസ്സുകാർ നോക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി, ഇവിടെ സി പി എം, രണ്ട് കൂട്ടരും നിയമം റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള എല്ലാവരെയും കടന്നാക്രമിക്കാനുള്ള ഒരു സാധ്യത കോൺഗ്രസ്സിന് കിട്ടും. അതേസമയം കേന്ദ്രം ഞങ്ങൾക്ക് തന്നില്ലേ, തികഞ്ഞ അവഗണനയാണ്, പൊതു ബഡ്ജറ്റിൽ ഞങ്ങളെ അവഗണിച്ചു, എയിംസ് തന്നില്ല, പിന്നെ റാപ്പിഡ് റെയിൽവേ തന്നില്ല, അതിവേഗ റെയിൽവേ തന്നില്ല, ഇപ്പോഴിതാ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പരിപാടി നിയമത്ത് പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിനെ തടസ്സപ്പെടുത്തുന്നു. രണ്ടാം ഘട്ടം ഇല്ല എന്നറിയുന്നു. അത് പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അത് ചെന്നൈയിലേക്ക് പോകും, ഹൈദരാബാദിലേക്ക് പോകുമെന്നറിയുന്നു. അപ്പോൾ അതിൽ കുറേ ഉദ്യോഗസ്ഥരുടെ ലോബി കളിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിയമമണ്ഡലം ഈ പശ്ചാത്തലത്തിൽ ആര് നേടും, ആര് വാഴും, ആര് വീഴും എന്ന് ഇപ്പോൾ പറയാനാകില്ല. ഒരുപാട് തിരിച്ചറിയൽ. പിന്നെ രാഷ്ട്രീയമായ ചില കാര്യങ്ങളുണ്ട്, അതും കാണാതിരുന്നുകൂടാ. അവസാന ലാപ്പാകുമ്പോൾ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി ക്രോസ് വോട്ട് പരിപാടി കൃത്യമായി നടക്കും. അത് നടന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി. അതിനെയും കൂടി കവറപ്പ് ചെയ്യുന്ന, ഓവർടേക്ക് ചെയ്യുന്ന വോട്ട് ബി ജെ പിക്ക് പിടിക്കാൻ പറ്റിയാൽ മാത്രമേ ബി ജെ പി ജയിക്കുകയുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ക്രോസ് വോട്ടിംഗ് പരിപാടി നടക്കും. അവസാന ഘട്ടമാകുമ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ ഒരു റൗണ്ട് വിലയിരുത്തിയതിന് ശേഷം അവർ തീരുമാനമെടുക്കും. വോട്ട് അടിച്ചേക്കാൻ പറയും. ഒന്നുകിൽ വോട്ട് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ വോട്ട് മാറ്റി അടിച്ചേക്കണം. അങ്ങനെ മാറ്റി അടിച്ചേക്കണമെന്നൊരു നിർദ്ദേശം താഴെ കിട്ടിയാൽ പിന്നെ കണ്ണടച്ചുകൊണ്ട് പോയി എതിരാളിക്ക് ആരെയാണോ പൊതുശത്രുവിനെ നിർത്തിയിട്ട്, ബി ജെ പി ആണ് പൊതുശത്രുവെങ്കിൽ ബി ജെ പിയെ പൊതുശത്രുവായി നിർത്തിക്കൊണ്ട് ഇപ്പുറത്തുള്ള അടുത്ത ആളിനെ ജയിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്സ് കേരളത്തിലുണ്ട്. അത് വളരെ സക്സസ് ആയി കൊണ്ടുപോയിട്ടുമുണ്ട്. ഇപ്പോൾ അത് വളരെ കൃത്യമായി കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാദം, നേരത്തെ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ്, എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മച്ച പറഞ്ഞാണ് എൻ ഡി എ തകർത്തിരുന്നതെങ്കിൽ ഇപ്പോൾ എൻ ഡി എക്കും ചില അവിഹിത ഗർഭവും അവിഹിത ബന്ധവും ഒക്കെ ഉണ്ട്. കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് സി പി എമ്മിനെ തോൽപ്പിക്കുക, സി പി എമ്മുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുക. ബി ജെ പിയും ആ സ്ട്രാറ്റജിയിലേക്ക് വളർന്നു. അപ്പോൾ മൂന്ന് കൂട്ടരും അങ്ങനെ പരസ്പരം ക്രോസ് വോട്ട് ചെയ്തും പരസ്പരം കെട്ടിപ്പിടിച്ചും ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുമോ എന്നുള്ളതും, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയെ തോൽപ്പിക്കുമോ എന്നൊരു ചോദ്യവും നേമത്ത് നിൽപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കൂടിയോജിച്ച് നോക്കുമ്പോൾ നേമത്ത് നോർമൽ കേസിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ജയിക്കേണ്ടതാണ് നല്ല വോട്ടിൽ. കാരണം പല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പല കാരണങ്ങളാലും ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ സംഘടനാ സംവിധാനവും സംഘടനാ ജനറൽ സെക്രട്ടറി എസ് സുരേഷിൻ്റെയൊക്കെ നാടാണ്. അപ്പോൾ വലിയ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് ബി ജെ പിയാണ് ജയിക്കേണ്ടത്. പക്ഷേ ഞാനീ പറഞ്ഞ അന്തർനാടകളും അന്തർധാരകളും കരക്കമ്പികളുമെല്ലാം രാഷ്ട്രീയത്തിൽ സംഭവ്യമാണ്. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അവസരങ്ങളുടെ കലയാണ്, സാധ്യതകളുടെ കലയാണ്. അവിടെ എന്തും എപ്പോഴും ടേൺ ചെയ്യാം, എങ്ങനെയും എവിടെയും എന്തും സംഭവിക്കുകയും ചെയ്യാം.